FCRA ബിൽ സഭയ്ക്കു മുന്നിൽ അമിത് ഷാ കീഴടങ്ങിയോ? ബില്ല് വരുമെന്ന് പറഞ്ഞ ദിവസങ്ങളിലൊന്നും വന്നില്ല. CBCI നേതാക്കൾ കണ്ടപ്പോൾ മുൻകാല പ്രാബല്യം ഉണ്ടാവില്ല എന്ന് അമിത് ഷാ ഉറപ്പു നൽകി. JPCക്ക് വിടണം എന്ന സഭയുടെ ആവശ്യവും ഇപ്പോൾ അംഗീകരിക്കാൻ പോകുന്നു. മല പോലെ വന്നത് എലി പോലെ പോവുകയാണോ? എലി പോലെ അല്ലാതെ ആവുകയാണോ? രാജ്യ താല്പര്യമല്ലേ ഈ ബലി കൽപ്പിക്കപ്പെടുന്നത്? അല്ല, ഇതിലിപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോ ഈ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടും ബില്ല് പരിഗണനയ്ക്കായിട്ടെന്ന് പറയുന്നുണ്ട്. ഇത് ആര് പറഞ്ഞു, എപ്പോ പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചിട്ട് വിവരമൊന്നുമില്ല. ഇതൊരു പ്ലാന്റഡ് റിപ്പോർട്ട് പോലെ തോന്നുന്നു കണ്ടു കഴിഞ്ഞിട്ട്. കാരണം ഏതെങ്കിലും അങ്ങനെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് ഈ ബില്ലിനെ അയക്കണം എന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട മന്ത്രിയോ അല്ലെങ്കിൽ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററോ പറയണമായിരുന്നു. ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊന്നുള്ളത്, ഈ ബിഷപ്പുകാരുടെ കൗൺസില് മന്ത്രിനെ പോയി കണ്ടപ്പോ പറഞ്ഞ് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാവില്ല, മുൻകാല പ്രാബല്യത്തോടെ ആയിരിക്കില്ല ഈ ബില്ല് അവതരിപ്പിക്കുക, നടപ്പിലാക്കുക എന്ന് ഉറപ്പ് നൽകി എന്ന് പറയുന്നുണ്ട്. ആരും ഉറപ്പ് നൽകി? ഈ ബിഷപ്പന്മാര് പുറത്തു വന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് മറ്റേ മിസോറാമിന്റെ മുഖ്യമന്ത്രി അയാളും പറഞ്ഞു ഇതേപോലെ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന്. പക്ഷെ ഇതേവരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയോ അതല്ലെങ്കിൽ പാർലമെന്ററി കാര്യമന്ത്രിയോ ഒന്നും ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ ബിഷപ്പുമാരൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം അവർ വാ തുറന്നാൽ നുണേ പറയുള്ളൂ. അവന്മാർ ഈ കള്ളം പറയാനും കള്ളു കുടിക്കാനും വേണ്ടി മാത്രമേ വാ തുറക്കുള്ളൂ അവര്. അപ്പൊ അത് കാരണം അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അത് കേന്ദ്രമന്ത്രി പറയട്ടെ. ഇനിയിപ്പോ ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുക എന്ന് വെച്ചാൽ തന്നെ ഗവൺമെന്റ് വളരെ ഒരു ലജ്ജിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം ഇതിനു മുമ്പ് ഇതേ ഡിമാൻഡ് വന്നപ്പോൾ അത് ചെയ്യൂലെന്ന് ഗവൺമെന്റ് ഉറപ്പ് പറഞ്ഞിരുന്നതാണ്. പിന്നെ ഇപ്പൊ എന്തിനാണ് അവർ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നത്? എങ്ങനെയാണ് ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യം? അത് പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ കീഴടങ്ങുന്നതിന് തുല്യമാണ്. അതല്ലെങ്കിൽ ബില്ല് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതും പ്രതിപക്ഷത്തിന് മുമ്പിൽ കീഴടങ്ങുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരെണ്ണം ഒരു പോയിന്റ് വർത്ത് നോട്ടിങ് അത് കണ്ടത്, ഈ ചർച്ച് ലഭിക്കുന്നത് 17% മാത്രമാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ കീഴില് സർക്കാർ പള്ളികൾക്ക് കിട്ടുന്നത്, ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾക്ക് കിട്ടുന്ന 17% മാത്രമാണെന്നാണ് ഇപ്പൊ ഗവൺമെന്റ് പറയണം. അങ്ങനെയാണ് പിന്നെ ബില്ലിന്റെ ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ലേ? ഇവരെന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് FCRA ബില്ല് കൊണ്ടുവരുന്നത്? ആ ഉദ്ദേശം നടപ്പിലാവൂല. അവർക്ക് ഇഷ്ടം പോലെ പൈസ കൊണ്ടുവരാനും മതപരിവർത്തനം നടത്താനും തീവ്രവാദികളെ സഹായിക്കാനും സാധിക്കും. അത് എന്തുകൊണ്ടാണ് അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു മലക്കം മറിച്ചിൽ നടത്തിയേക്കണെന്ന് അറിയാൻ പാടില്ല. അതിന്റെ അർത്ഥം ഈ വനിതാ സംവരണ ബില്ല്, അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ ബില്ല്, ഇതിന് രണ്ടിനും പ്രതിപക്ഷത്തിന്റെ സഹകരണം കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, ഇന്നിപ്പോ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് FCRA ബില്ലിനാണ്. FCRA ബില്ലിന്റെ വിശദ വിവരങ്ങൾ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസ്, CPM, CPI, DMK ഇവര്, അതുപോലെ ഈ കേരള കോൺഗ്രസ്, ഇങ്ങനെയൊക്കെയുള്ള പാർട്ടിയുടെ MP-മാരൊഴിച്ച് ബാക്കി എല്ലാവരും ഇവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. ഇവരെന്തിനെയോ ഭയക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഇതിൽ നിന്നും. FCRA ബില്ലിന്റെ പേരിൽ ഇപ്പൊ സംയുക്ത പാർലമെന്ററി സമിതിക്ക് പോവോ അതല്ലെങ്കിൽ ബില്ല് ഡയല്യൂട്ടോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ബില്ലിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ പിന്നെ അത് മാത്രമല്ല, ഇവര് ഈ പ്രതിപക്ഷം ഈ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുക, പാർലമെന്റ് പ്രവർത്തിപ്പിക്കാനായിട്ട് അവർ സമ്മതിക്കാനുള്ള. അതിനിപ്പോ പാർലമെന്റ് പ്രവർത്തിക്കണതിന് പ്രതിപക്ഷം ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബില്ല് പാസ്സാക്കുക ഇവർക്കും ആണെങ്കിൽ. ഇപ്പൊ ഈ ജഡ്ജിമാരുടെ എണ്ണം 36 34 ആക്കണ ബില്ല് പാസ്സാക്കിയത് ഒരു ചർച്ചയും കൂടാണ്ടല്ലേ, പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അത് പ്രതിപക്ഷം അതിന്റെ ആവശ്യമില്ലെങ്കിൽ വേണ്ട, അവര് പറഞ്ഞിട്ടുണ്ട് അവരെതിരാന്ന്. ഓക്കെ, അവർക്ക് പക്ഷെ നമ്പർ ഇല്ലല്ലോ അവർക്ക്, അതുകൊണ്ട് അവർ ഇറങ്ങി പോകാനാണ് സാധിക്കുള്ളൂ.
ഇവര് ബില്ല് പാസ്സാക്കാത്തതിന്റെ കാരണം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും രാഷ്ട്രീയ കാരണമോ അല്ലെങ്കിൽ അണ്ടർഹാൻഡ് ഡീലിങ്സോ വല്ലതും ഉണ്ടാവും എന്നാണ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനും പറ്റില്ല. ഇപ്പോ പ്രതിപക്ഷ നേതാവ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ പാർലമെന്റിലെ, ലോക്സഭയിൽ, അയാൾ പറയുന്നു ഞങ്ങൾക്ക് ഷായുടെ രാജിയിൽ കുറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ പോകണില്ല. ഇവര് ഓരോ ദിവസവും ഓരോ ഡിമാൻഡാണ്. ആദ്യം പറഞ്ഞു നീറ്റിനെ കുറിച്ചിട്ടുള്ള ചർച്ച വേണമെന്ന്. അപ്പൊ നീറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അയാൾ രാജിവെച്ചു. നീറ്റിനെ കുറിച്ചുള്ള ചർച്ച നടന്നു. നീറ്റിന്റെ ചർച്ചയിൽ ഇവര് നീറ്റിനെ കുറിച്ച് മാത്രം പറഞ്ഞില്ല പ്രതിപക്ഷം, ബാക്കി വേറെ എന്തൊക്കെയോ കാര്യം പറഞ്ഞു. സഭാ നടപടികൾ സ്തംഭിപ്പിക്കുക, നടപ്പിലാക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. കാരണം അതുകൊണ്ട് ഗവൺമെന്റ് ഫങ്ഷനിങ് അല്ല എന്നുള്ള പേര് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ തവണയാണോ അതോ അതിനകത്ത് മുമ്പിലത്തെ തവണയാണോ ഒരു മുൻ കരസേനാ മേധാവി നറവാനെ, മുകുന്ദ് മനോഹർ നറവാനെ, അയാൾ എഴുതിയ അയാളുടെ സർവീസ് സ്റ്റോറിനെ കുറിച്ചുള്ള ഓർമ്മ കുറിപ്പുകളെ കുറിച്ചിട്ട് ഈ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഇപ്പൊ അതിനെപ്പറ്റി ആരും മിണ്ടാറും കൂടി ഇല്ലല്ലോ. നറവാനെ മരിച്ചുപോയോ? അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഈ നറവാനെ പരസ്യമായിട്ട് പറഞ്ഞു ഈ രാഹുൽ ഗാന്ധി കള്ളത്തനെ പറയുള്ളൂ, വാ തുറന്ന നുണയെ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഇയാളെ പേടിക്കണ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ വലിയ ശക്തനായ ഒരു ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം എന്നുണ്ടെങ്കിൽ ഈ മാസം ഓഗസ്റ്റ് 12 ബില്ല് അവതരിപ്പിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഓഗസ്റ്റ് 12 ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, അത് നാളെ അല്ലേ, നാളെ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാലും ഡിസ്കഷനൊന്നും നടക്കുമൊന്നും ഉണ്ടാവില്ല. കാരണം മല്ലികാർജുൻ ഖർഗെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ, ഈ ഞങ്ങള് പാർലമെന്റിന്റെ ബാക്കിയുള്ള ദിവസങ്ങളിലെ സമ്മേളനത്തിലൊന്നും ഞങ്ങള് സഭ നടക്കാൻ പറയില്ല എന്ന്. 13-ാം തീയതി സഭ തീരുകയും ചെയ്യുകയാണ്. അപ്പൊ ഈ FCRA ബില്ല് എന്താ പറയണേ, ഇത്തവണ അവതരിപ്പിക്കാനും പാസ്സാക്കാനായിട്ടുള്ള സാധ്യത കുറെ അധികം ഭീഷണിയിലാണ്. അത് നടക്കുന്നത് തോന്നുന്നില്ല. കാരണം ഇത് 2025 മാർച്ചിലെങ്ങാണ്ട് രാജ്യസഭയിൽ അവതരിപ്പിച്ച ബില്ലായത്. ഇതുവരെ അവർക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇമേജ് പോയി എന്നുള്ളത് കാര്യം വളരെ ഇതാണ്. BJPയുടെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശമാണ്. BJP കാര്യം ആവശ്യത്തിൽ കൂടുതൽ MP-മാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് BJPക്ക്. ഈ കാലുമാറി വന്ന കുറെ അലവലാദികളെ വിളിച്ചിട്ടൊക്കെ BJPയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അവർക്ക് ഭരിക്കാനായിട്ടുള്ള ഈ ഒരു സാഹചര്യം നേരിടാനായിട്ട് അവർക്ക് കഴിവില്ല എന്നുള്ളത് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ബീഹാറില് ഒരു ബെങ്കിംപൂർ എന്നൊക്കെ പറഞ്ഞ മണ്ഡലത്തില് ഇപ്പോഴത്തെ BJPയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഉണ്ട്, നബീൻ എന്ന് പറഞ്ഞ്. അയാളുടെ മണ്ഡലത്തില് അവര് വൻ തോൽവിയാണ് അവർ ഏറ്റുവാങ്ങിയത്, BJP. അതിന്റെ അർത്ഥം BJPയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 2029 പുതിയൊരു മന്ത്രിസഭ വരും. മിക്കവാറും രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസിന്റെ നേതാവായിട്ട് വന്ന് അഖിലേന്ത്യാ തലത്തിൽ ഒരു വലിയ ഇമേജ് ഉണ്ടാക്കി പ്രധാനമന്ത്രി ആവാനായിട്ടാണ് സാധ്യത. ഇപ്പൊ ഇവര് ഈ പറഞ്ഞ പോലെ FCRA ബില്ലും അവതരിപ്പിച്ചു. അതുപോലെ ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് സംസാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ജനങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് ആഭ്യന്തരമന്ത്രി ശക്തനാണ്, അതിനകത്ത് യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. ഇവര് പ്രതിപക്ഷം പറയണതിന് ശരിവെക്കുന്ന രീതിയിലാണ് അദ്ദേഹം സഭയിൽ വരാതെ ഒളിച്ചും പാത്തും പതിക്ക് നടക്കുന്നത്. എന്നല്ലേ പറയണേ അവര്. അല്ല, പ്രതിപക്ഷം അങ്ങനെ പറയുന്നു. വിവിധ സഭകളുടെ ആളുകൾ വന്ന് ഭീഷണി മുഴക്കുന്നു. ഭീഷണിക്ക് ശേഷം ആദ്യം റിക്വസ്റ്റ്, അതിനുശേഷം ഭീഷണി ഉണ്ടാവുന്നു. പിന്നീട് US തന്നെ ഒരു അമേരിക്കൻ കോൺഗ്രസ്സുകാരൻ ഇരുന്ന് പറയുന്നു, ഇവിടുത്തെ ബിഷപ്പുമാരിരുന്ന് പറയുന്നു രാജ്യം തകരാൻ പോവുകയാണ് FCRA വന്നു കഴിഞ്ഞാൽ. ഇത്തരം ഭീഷണികൾക്കൊക്കെ ഒടുവിൽ ഈ ഒരു ബില്ല് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ തുടക്കത്തിൽ ചോദിച്ച പോലെ, ഈ രാജ്യത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളെയൊക്കെ ഒരു ബലി കൽപ്പിക്കുന്ന രീതിയായി പോവില്ലേ? സംശയമുണ്ടോ ആ കാര്യത്തില്? അവർക്ക് എന്തെങ്കിലും സിൻസിയറിറ്റി ഈ ബില്ലിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ബില്ല് നേരത്തെ അവതരിപ്പിക്കേണ്ടതായിരുന്നു. ഇത് ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ്, അത് ബില്ല് അവതരിപ്പിക്കുന്നുണ്ട്. അവർ പറഞ്ഞു തുടങ്ങാൻ പറഞ്ഞിട്ട് കാലം കുറയായല്ലോ. BJP രൂപീകരിച്ച അന്ന് തൊട്ട് 1980 BJP രൂപീകരിച്ച അന്ന് തൊട്ട് പറയുകയാണ് ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലനിൽക്കുന്നവരാണെന്ന്. ഇവർക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു 2019-2024 മന്ത്രിസഭയിൽ.
ആ കാലത്ത് അവരൊന്നും ചെയ്തില്ല ആ സമയത്ത്. ഈ വന്ദേ മാതരം പാടുക അതല്ലെങ്കിൽ അത് തന്നെ ഇപ്പം അവര് തോൽവിയടയും. കാരണം ഈ കേരളത്തിലൊന്നും വന്ദേ മാതരം ഫുള്ളായിട്ട് ആലപിക്കാൻ പോണില്ല. മുസ്ലിം ലീഗുകാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പറ്റൂല, സൗകര്യമില്ല പാടാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെന്താ ചെയ്യാൻ പോകണം? ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവര്. തമിഴ്നാട്ടിലും പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തമിഴ് തായ് വാഴ്ത്തും കഴിഞ്ഞ് ജനഗണമനയും കഴിഞ്ഞിട്ടേക്ക് എന്തെന്നാ ഈ വന്ദേ മാതരം പാടാൻ പറ്റുള്ളൂ. പ്രയോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയണില്ല എന്നുള്ളതാണ്. എനിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മോദിയുടെ ആ ഒരു കരിസ്മ ഉണ്ട്, അത് മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതൊരു ഒരു മഹാത്ഭുതം സംഭവിക്കണം അത് തിരിച്ചു പിടിക്കാനും ജനങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാനുമായിട്ട്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി വന്നതിൽ പിന്നെ BJPക്ക് ക്ഷീണത്തോട് ക്ഷീണം മാത്രമേ ഉള്ളൂ. രാജ്യത്തിന്റെ കാര്യം വലിയ കഷ്ടമാണ്. ഏതായാലും FCRA ബില്ല് പാസ്സാക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവര് രാജ്യത്തിനെ കുറിച്ചും ദേശീയതയെ കുറിച്ചും രാജ്യത്തോടുള്ള ബഹുമാനത്തെ കുറിച്ചും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരെക്കായും ഭേദം കോൺഗ്രസ്സുകാർ തന്നെയാ. അവര് പിന്നെ ഓപ്പണായിട്ട് പറയണ്ടല്ലോ ഞങ്ങൾ രാജ്യം വിൽക്കുന്നു, 3-4 കഷ്ണാക്കിയിട്ടാണെങ്കിലും വിൽക്കുന്നു പറയണ്ട. അവരുടെ സിൻസിയറിറ്റി നമുക്ക് മനസ്സിലാവും. അവര് നുണയൊന്നും പറയാനില്ല ഏതായാലും ആ ഒരു കാര്യത്തില്. അല്ല ഈ ഒരു ക്ഷീണം എന്ന് ഇവരൊന്നും പറയുന്നത് ചെയ്യില്ല. ഇത് എന്താ അല്ല ഈ ക്ഷീണം എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും മോദിയുടെ ക്ഷീണമാണോ, പക്ഷെ ഈ ക്ഷീണത്തിന്റെ ഈ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുശേഷമുള്ള പ്രതിഫലങ്ങളൊക്കെ അല്ല അതിനുശേഷമുള്ള ബാക്കി അവസ്ഥകളൊക്കെ അനുഭവിക്കേണ്ടത് രാജ്യമല്ലേ ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ? രാജ്യം അനുഭവിക്കുന്ന ആർക്കാ ഇപ്പൊ രാജ്യത്തോട് ഈ സ്നേഹമൊക്കെ ഉള്ളത്? ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പൊതുജനങ്ങൾ കുറെ പേരോട് സംസാരിച്ച കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി, നരേന്ദ്രമോദിക്കും അടുത്ത് ഈ രാജ്യം ചൊവ്വാവില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇട്ടെറിഞ്ഞ് പോകാനായിട്ടുള്ള ഒരു അവസരം നോക്കി നടക്കുക അദ്ദേഹം. അപ്പൊ 2029 വരെ വെയിറ്റ് ചെയ്യണോ അതോ അതിനു മുമ്പ് മന്ത്രിസഭ ഈ പാർലമെന്റ് പിരിച്ചുവിടണോ എന്നുള്ളതാണ് അദ്ദേഹം നോക്കുന്നത്. അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു ദൃഢനിശ്ചയം വേണം, ഒരു ഇച്ഛാശക്തി വേണം. ഈ ബില്ല് അവതരിപ്പിക്കാൻ ഇവർക്ക് എന്ത് പ്രശ്നമാണുള്ളത്? ഇവരിങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യം, ഇവരാരെയും ഭയപ്പെടുന്നുണ്ട്. ഇവരാരെ അത് അമേരിക്കനെ ആവാം, അതല്ലെങ്കിൽ മറ്റേ രാഹുൽ ഗാന്ധിനെ തന്നെ ആവാം, അതല്ലെങ്കിൽ സോണിയാഗാന്ധിനെ ആവാം, അതല്ലെങ്കിൽ ഇതിപ്പോ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടേണ്ട ആവശ്യമില്ല. ഇതിനെ കുറിച്ചിട്ട് ഇത്രമാത്രം ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം എന്താ പറയണ ആ ആക്ട് അമെന്റ്മെന്റ് നടപ്പിലാക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അതവർ ചെയ്യണില്ല. അവര് പ്രസംഗമൊക്കെ എന്താ പറയണ ആർക്കും സാധിക്കുന്ന കാര്യമല്ലേ. അപ്പൊ ഇത് എന്താ FCRA ബില്ലില് കേന്ദ്ര ഗവൺമെന്റ് ഒരു വലിയ പരാജയം നേരിടാൻ പോവാണ്. ഡീലിമിറ്റേഷൻ എക്സർസൈസ് അല്ല, ഡീലിമിറ്റേഷനുകളുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതിപ്പോ DMK പറയണ പോലെ കേൾക്കുന്നുണ്ട്, NCPയുടെ എന്താ സുപ്രിയ സൂലെ പറയണ കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരിയാ, കേട്ടോട്ടെ. പക്ഷെ ഈ FCRA ബില്ലിൽ അവര് പറഞ്ഞിരിക്കണം ഈ ബില്ല് അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. DMKയും പറഞ്ഞിട്ടുണ്ട്, NCPയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരെന്ത് ചെയ്യാനാണ് പോണേ? ഇവർക്ക് പഴയ കരിസ്മയൊന്നുമില്ല, എല്ലാം പോയി, നഷ്ടപ്പെട്ടു പോയി. കാരണം ആൾക്കാർക്ക് ഒരു മടുപ്പ് വന്നിട്ടുണ്ട് ഇവരുടെ അടുത്ത്. അതോ ഈ പള്ളിയിലെ അച്ഛനെയും കപ്പ്യാരിമാരെയൊക്കെ പേടിയാണെന്താവോ ഇവർക്ക്. ഏതായാലും ഗവൺമെന്റിന്റെ അന്ത്യകൂദാശയുടെ സമയം അത് ആയിരിക്കണം. മിക്കവാറും ഈ ബിഷപ്പുമാര് ചേർന്ന് അന്ത്യകൂദാശ ചൊല്ലും ഗവൺമെന്റിന്. എനിക്കറിയില്ല, അവര് വല്ല കൂടോത്ര മന്ത്രവാദമൊക്കെ ചെയ്ത് മോദിനെ തളർത്തിയിട്ടേക്കാണെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യും ആൾക്കാർ. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.